Hi friends, once again welcome back to EduTutor, IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG10. The process of evolution of English as a world language എന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. The evolution of English, a journey through time. English has become a global language spoken by millions of people around the world. But how did it get there? Let's take a journey through time and explore the evolution of English. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോകത്തിലെ എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന ഒരു ഭാഷയായി മാറി. പക്ഷെ ഇതെങ്ങനെയാണ് സാധ്യമായതെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് ഇംഗ്ലീഷ്, ജർമാനിക് റൂട്ട്സ് ആൻഡ് ഇൻവേഷൻസ്. It all began with the Germanic tribes such as the Angles, Saxons and Jutes who settled in Britain around 450 AD. They brought their dialects with them, which eventually formed Old English, also known as Anglo-Saxon. The Viking invasions of the 8th to 11th centuries introduced the Norse words like egg, sky, and get into the language. The days of the week, Tuesday, Wednesday, Thursday, and Friday, also have their roots in Norse mythology. 450 AD ബ്രിട്ടനിൽ ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗിൾസ്, അതുപോലെ സാക്സൺസ് ആൻഡ് ജൂട്ട്സ് ഇവരെല്ലാവരും സെറ്റിലാവാൻ തുടങ്ങി. അങ്ങനെ അവരുടേതായ ലാംഗ്വേജ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ്. അതാണ് ഈ ആംഗ്ലോ സാക്സൺ. ആ ഒരു ഭാഷയിലായിരുന്നു അവർ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 8, 11 ഈ സെഞ്ച്വറികളിലൊക്കെ ഉണ്ടല്ലോ, 8th and 11th centuries, ഈ സമയങ്ങളാണ് ഈ ഒരു എന്താ പറയുക എഗ്, സ്കൈ, ഗെറ്റ് അങ്ങനത്തെ നോർസ് വേർഡ്സുകൾ ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ? ബ്രിട്ടനിലത്തെ ആൾക്കാർ ഈ വക കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഡേയ്സ് ഓഫ് ദ വീക്ക് ഇതൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നോർസ് മിത്തോളജി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ജർമ്മനിലത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ ബ്രിട്ടനിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവരിൽ നിന്നും വന്ന വാക്കുകൾ, അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിലുണ്ടായിരുന്ന വാക്കുകളാണ് ഇതൊക്കെ. മിഡിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ ഇൻഫ്ലുവൻസ്. ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066 marked a significant turning point in the history of English. The French-speaking Normans established dominance, and French vocabulary flooded into the language, especially in areas like law, cuisine, and government. This period also saw the emergence of Middle English, a blend of Anglo-Saxon and French influences. Geoffrey Chaucer's Canterbury Tales is a great example of Middle English literature. The introduction of the printing press by William Caxton in 1476 helped standardize spelling and grammar. 1066 ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൻ കോൺക്വസ്റ്റ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിൽ 1066 ദ നോർമൻ കോൺക്വസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് മുഖേനയാണ് നോർമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. അവർ ഇവരുടെ മേലെ ആധിപത്യം സ്ഥാപിച്ച് അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് അത്. എസ്പെഷ്യലി ഇങ്ങനെ എന്താ പറയുക, ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ പെട്ടുന്ന ആ ഒരു ഏരിയകളൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വില്ലേജ് ഏരിയാസൊക്കെ, അവിടെയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഈ നോർമൻസ് തമ്പടിച്ച് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കാരുടെ ഒരു മിഡിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ആൻഡ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസസ് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലാംഗ്വേജ്, അതുപോലെ ആംഗ്ലോ സാക്സൺ, ഇതൊക്കെ ആംഗ്ലിക്കൻ ലാംഗ്വേജസ് ഒക്കെ ഇവർക്ക് പകർന്ന് കിട്ടാൻ തുടങ്ങിയത്. ഇവരും ഭാഷകൾ പഠിച്ചു തുടങ്ങിയത്. സെയിം ലൈക്ക് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വന്ന് തമ്പടിച്ച് നമ്മൾ ആ ഭാഷ പഠിച്ചതും പോലെ തന്നെ സെയിം ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജോഫ്രെ അദ്ദേഹം മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലത്തെ ഒരു എക്സാമ്പിളാണ്. പ്രിൻറ്റിംഗ് പ്രസ് ആദ്യമായിട്ട് വില്യം കാക്സ്റ്റൺ 1476
എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മുഖേനയാണ് പിന്നെ സ്പെല്ലിങ്, ഗ്രാമർ ഈ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Early modern English, Renaissance and Shakespeare. The Renaissance brought a rebirth of classical learning, and with it, a wave of Latin and Greek words entered the English language. William Shakespeare, one of the greatest writers in the English language, coined thousands of words and phrases, enriching vocabulary and expression. The King James Bible translated in 1611 further solidified and spread common English. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയും പ്യുവർ അല്ല, അതിലോട്ട് ലാറ്റിൻ അതുപോലെ ഗ്രീക്ക് വേർഡ്സൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ യൂറോപ്പിൽ റിനൈസൻസ് വന്നതിന് ശേഷം ഈ പറയുന്ന ലാറ്റിൻ ഗ്രീക്കൊക്കെ സ്പീക്കിംഗ് ആൾക്കാരുടെ ഒരു മീൻസ് അവരവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ ഇതിലേക്ക് കൂടി കലർന്നിട്ടുണ്ട്. അതേസമയം വില്യം ഷേക്സ്പിയർ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഗ്രേറ്റ് റൈറ്റർ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളെന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് വേർഡ്സ് ആയിരുന്നു. വെച്ചാൽ ആയിരക്കണക്കിന് വാക്കുകളും ഫ്രേസസും വൊക്കാബുലറി അതുപോലെ എക്സ്പ്രഷനും ഒക്കെ ഹൈ ആയിരുന്നു നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. പിന്നെ കിങ് ജെയിംസ് ആണ് ബൈബിൾ 1611 ട്രാൻസ്ലേഷൻ നടത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ മുഖേനയാണ് പിന്നീട് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആവാൻ തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എസ്പെഷ്യലി മിഷണറീസൊക്കെ വന്നുവല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കുറച്ചും കൂടി ഒന്ന് പോപ്പുലാരിറ്റി കിട്ടിയത്. The British Empire's colonial expansion spread English worldwide, absorbing words from India, Africa, and the Americas. The Industrial Revolution and technological advancement introduced new scientific and technological terms which became global. American English emerged as a major dialect, and English became the language of international business, science, aviation, and the internet. അതിനുശേഷം ബ്രിട്ടീഷേഴ്സിന് അവർക്ക് പിന്നെ ഫ്രീഡമൊക്കെ കിട്ടി. അവരെന്ത് ചെയ്തു, അവർ ഈ പറഞ്ഞോളം മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ തുടങ്ങി. അധികാരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡോമിനൻ്റ് പവറായിരുന്നു എപ്പോഴും ഉള്ളത്. ഏത് രാജ്യങ്ങളിലേക്ക് ബ്രിട്ടീഷേഴ്സ് പോവുകയാണെങ്കിലും ആ രാജ്യം അവിടെ ട്രേഡ് നടത്തുക എന്നതിൽ ഉപരിയായിട്ട് ആ ഒരു രാജ്യം തന്നെ പിടിച്ചെടുക്കാനായിരുന്നു ബ്രിട്ടീഷേഴ്സ് എപ്പോഴും ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് അവരുടെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുക എന്നത്. അങ്ങനെയാണ് ഇന്ത്യ, ആഫ്രിക്ക, അമേരിക്കയിൽ തന്നെ പല സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഈ ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കാൻ തുടങ്ങിയതും. അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ടേംസ്, ഇതൊക്കെ തന്നെ ഗ്ലോബലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആവാൻ തന്നെ കാരണം ഇവർക്ക് ടെക്നോളജിക്കലി വളരെ ഹൈ ലെവലിൽ അവർ പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എവിടെയൊക്കെ തമ്പടിക്കുന്നുണ്ടോ അവർക്ക് ആ സ്ഥലമൊക്കെ അവർക്ക് പിടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഈ മെത്തേഡാണ് ഇംഗ്ലീഷ് ലാംഗ്വേജും. അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള മോഡേൺ ഐഡിയാസും അവരവിടെ ഇൻപുട്ട് ചെയ്യും. അത് മുഖേന എന്താണ് ആ കൺട്രിയിൽ കുറേ അധികം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അത് വൺ സൈഡ്. സെക്കൻഡ്ലി അവരുടെ ദുരുദ്ദേശം എന്ന് പറയുന്നത് ആ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി അവർക്ക് അങ്ങനെ തന്നെ പിടിച്ചെടുക്കണം. ഓക്കെ. പിന്നീട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇൻ്റർനാഷണലി ബിസിനസ് ലെവലാകട്ടെ, സയൻസ് ആകട്ടെ, എന്തെങ്കിലും അവിയേഷൻസ് ആകട്ടെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? English journey to becoming a world language was not planned. It resulted from historical conquest, cultural exchange, and technological progress. Today, English is a highly adaptive, vocabulary-rich, and widely understood global tool. It's a language that constantly evolving, incorporating words and phrases from diverse cultures and languages. As the world continues to change, English will undoubtedly continue to evolve, adapting to the needs of its global speakers. അങ്ങനെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇംഗ്ലീഷ്
ഫുള്ളാക്കണം എന്നുള്ള രീതിയിലൊന്നും അങ്ങനത്തെ പ്രീ പ്ലാൻഡ് അല്ല അത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ കൺട്രി പഠിപ്പിക്കണം എന്നുള്ളത് മാക്കുലെ പോലെയുള്ള അല്ലെങ്കിൽ ട്രെവലിയൻ പോലുള്ള ആൾക്കാരുടെ ഒക്കെ ചിന്താഗതികളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വ്യക്തികളും പിന്നീട് ഇപ്പോൾ മാക്കുലിയോ ട്രെവലിനോ ഒക്കെ നമ്മുടെ അടുത്തുണ്ടോ? ഇല്ല. ഇതൊന്നുമല്ല. ഇപ്പോൾ ബ്രിട്ടീഷേഴ്സ് ഉണ്ടോ ഇന്ത്യയിൽ? അല്ല. ഇതൊക്കെ ഹിസ്റ്ററി ഫോളോ അപ്പ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗാന്ധിജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ സമയത്ത് 1947 സമയത്ത് നമുക്ക് ഫ്രീഡം ബ്രിട്ടീഷേഴ്സിന് കിട്ടുന്ന സമയത്ത് ഓൾറെഡി ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ നമ്മളുടെ ഇവിടെ സീഡ് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി വിത്ത് വിതച്ചിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നീട് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ഫോളോ അപ്പ് ആയി മാറുകയാണ്. പിന്നെയുള്ള ജനറേഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് പറ്റാതായി തുടങ്ങി. ഓക്കെ. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊരു ഗ്ലോബൽ വൈഡ് ലാംഗ്വേജ് ആയിട്ട് മാറുകയും ചെയ്തു. എസ്പെഷ്യലി പുതിയ ജനറേഷൻ വരുമ്പോൾ നമുക്ക് നേറ്റീവ് ലാംഗ്വേജിനെയും കാട്ടിലും കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗത്തിലാകുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye. Subscribe ഇനിയും ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.